അവയ്ക്കേക്ക് തേങ്ങ ചെല്ലി വെച്ചു. ഇത് കപ്പയ്ക്ക് ചേർക്കണം. ഈ തേങ്ങ അവയ്ക്കേക്ക് ചേർന്ന് തീ കുറച്ച് മുറിച്ചുള്ളൂ. ഇത് 3 വാഴയ്ക്ക അരിഞ്ഞ് തോരൻ വെച്ചു. വേവിച്ചിട്ട് അരപ്പ് ചേർക്കാനുള്ള സാധനങ്ങൾ: തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി, മുളക്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾ ഇതൊക്കെ ഒതുക്കിയെടുക്കുന്നു. ഉപ്പൊക്കെ ചേർക്കാനുള്ള അരപ്പ് ഒതുക്കി വെച്ചു. വെള്ളമുണ്ട്. കപ്പ പൊടിച്ച് കഴുകുവാരി വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കപ്പ വേകാനായിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചു. മത്തങ്ങ എരിശ്ശേരി ചാറ് കറി വെക്കാനായിട്ട് മത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് കുക്കറിൽ വേവിക്കുന്നു. തേങ്ങ, മുളക് കീറിയിടുന്നു. തേങ്ങ, ജീരകം, മഞ്ഞൾ, കുറച്ച് മുളക് പൊടി ഇതെല്ലാം അരച്ച് എടുക്കുന്നു. ഉള്ളി അരിഞ്ഞ് കടുക് വറുക്കുന്നു. ജീരകം, തേങ്ങ, മുളക് പൊടി, കുറച്ച് മുളക് പൊടി അരച്ചെടുക്കുന്നു. ആദ്യം കുക്കറി വേവിക്കുക. മത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞു. ഉപ്പ്, കുറച്ച് സബോള, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾ, വെള്ളം ഇതൊക്കെ ഒഴിച്ചിട്ട് ഇത് അടുപ്പത്ത് വെച്ച് വേവിക്കുന്നു. വേവിച്ചതിന് ശേഷം തേങ്ങ, ജീരകം, കുറച്ച് മുളക് പൊടി ഇതൊക്കെ ഇട്ട് അരച്ച് അരപ്പ് ചേർക്കുന്നു. കുറച്ച് തേങ്ങ വറുത്തതും ഉള്ളി വറുത്തതും കടുക് ഇട്ടിച്ചെടുക്കും. ഒരു വിസിലടിച്ചു. ഒരു വിസിലടിച്ച് കഴിയുമ്പോൾ തീ എടുത്തിട്ട് ചൂടായിട്ട് പിന്നെ തുറക്കാം. പിന്നെ ചറുകരട്ടി ചേർക്കാൻ തേങ്ങ, മഞ്ഞൾ, കുറച്ച് ഫ്ലേക്സ്, ചില്ലി ഫ്ലേക്സ്, ഉപ്പ്, ജീരകം ഇതൊക്കെ നന്നായിട്ട് അരച്ചെടുക്കുന്നു. തേങ്ങയൊക്കെ അരച്ചെടുത്ത് മുളക് കളറില്ലാത്തതുകൊണ്ടാണ് ഈ കളർ, അല്ലെങ്കിൽ റെഡ് വരണ്ട. ഈ തേങ്ങ വറുത്തിടാനുള്ള എരിശ്ശേരിയിൽ മുകളിൽ വറുത്തിടാണ്. ഉള്ളിയും കറിവേപ്പിലയൊക്കെ വറുത്തിൻ്റെ കൂടെ ഇത് വറുത്തിടണം. നല്ല പ്രഷർ മാറി ഇത് തുറന്ന് നോക്കാം. മത്തങ്ങ വെന്തു. ഒന്ന് ഉടച്ചെടുക്കണം. ഇതിലേക്ക് അരപ്പ് ചേർത്തിട്ട് ഒരു ചട്ടിയിലേക്ക് മാറ്റുക. എല്ലാം ഉടഞ്ഞ് മത്തങ്ങക്കറിക്ക് കടുക് വറുക്കാൻ 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു. പൊട്ടിക്കഴിയുമ്പം ഉള്ളി, കറിവേപ്പില ഇതൊക്കെ ഇട്ട് മൂപ്പിക്കുന്നു. തേങ്ങ വറുക്കാൻ വേണ്ടി ഒരു ചെഞ്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. തേങ്ങയൊക്കെ വേറെ ചട്ടി വേണ്ട നെല്ലത്തിൻ്റെതായിട്ട് മത്തങ്ങ കറിയിൽ മേളിൽ ഒഴിച്ചു. അത് കൂട്ടി കുറച്ച് സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കറിവേപ്പില ഇട്ട് മുപ്പിച്ചെടുക്കുന്നു.
ഒഴിച്ചത് മുകളിലിടാനുള്ള തേങ്ങ വറുക്കണം. ഉള്ളിയൊക്കെ മൂത്തപ്പം മുളക് പട്ടൻ മുളക് ഇതിലിട്ട് തേങ്ങ മൂത്ത് ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറിടുക, കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം അരപ്പിടാം. അരപ്പ് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇടിപ്പിക്കണം. മത്തങ്ങയ്ക്ക് മധുരമുണ്ട്, അതുകൊണ്ട് കുറച്ച് എരിവ് കൂടെ കിട്ടും. അരപ്പും വെള്ളം ചേർത്ത് ഇതിലേക്ക് മത്തങ്ങ വെന്തിടുന്നു. തിളപ്പിക്കുന്നു. കുറച്ച് ഉപ്പും കൂടെ കുറവുണ്ട്, കുറച്ച് ഉപ്പ് ചേർത്തേക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തു. കറി തിളച്ചു. അരപ്പൊക്കെ മത്തങ്ങയെ പിടിച്ച് ഉപ്പും പിടിച്ച് ടേസ്റ്റാണ്. ഇനി ഈ തേങ്ങ വറുത്ത് വെച്ചേക്കുന്നത് ഇതിന് മുകളിലേക്ക് ഇടാം. മത്തങ്ങ കറി വെക്കുന്ന ചട്ടിയുടെ തീയൊക്കെ കെടുത്തി, പക്ഷെ ഇപ്പോഴും തിളയ്ക്കുന്നുണ്ട്. ചട്ടിയുടെ മൺചട്ടിയുടെ പ്രത്യേകതയാണ്, ചൂട് കൂടുതൽ വരുന്നില്ല. ഇപ്പം ഇനി തേങ്ങ വറുത്തത് കൂടെ ഇതിന് മുകളിലേക്ക് ഇട്ടാൽ മത്തങ്ങ എരിശ്ശേരി റെഡിയായി. മത്തങ്ങയുടെ സീസണായപ്പോൾ മത്തങ്ങ എരിശ്ശേരി തേങ്ങ വറുത്തരച്ചിട്ട് ഇളക്കി. മത്തങ്ങ എരിശ്ശേരി ചോറിന് കൂട്ടാണ് കറി. മധുരവും എരിവൊക്കെ ഉണ്ട്. മത്തങ്ങയുടെ മധുരവും മുളകിൻ്റെ എരിവും ഒക്കെ ആയിട്ട്. കറിയുടെ കൂടെ ഒരു മീൻ വറുത്തായ മീൻ വറുത്ത മീൻ 2 വശവും മൂത്തു മറിച്ചിട്ടു തീ കെടുത്തി.